പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? രാവിലെ തോറും ദൈവത്തിന്റെ കൃപ പുതിയതായിരിക്കുന്നു. ഈ പുതിയ ദിവസം പുതിയ കൃപ തരും. അപ്പോൾ ദൈവം നിങ്ങൾക്ക് പുതിയ ആശീർവാദത്തെ കരുതിയിരിക്കുന്നു. ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരാശീർവാദം വേണം. ആ ആശീർവാദത്തെ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ദൈവം തന്ന വാഗ്ദത്തം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അല്ലേ? യാചിപ്പിൻ, നിങ്ങൾക്ക് കിട്ടും. ചോദിച്ചാൽ ആ ആശീർവാദം നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിച്ചാൽ ദൈവത്തെ ലഭിക്കും. മുട്ടിയാൽ നിങ്ങൾക്ക് തുറക്കും, വഴികൾ തുറക്കും, അത്ഭുതങ്ങൾ കാണും. നാം ഇത് ചെയ്താലേ നമുക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവത്തിന് സാധിക്കൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് അത്ഭുതം വേണമെങ്കിലും വിശ്വാസത്തോടെ ചോദിക്കണം. ഇപ്പോൾ ദൈവം തരുന്നയൊരു വാഗ്ദത്തം നോക്കാം. യോശുവ 3:5 യഹോവ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. യഹോവ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിങ്ങളുടെ കുടുംബത്തിലും, നിങ്ങളുടെ ബിസിനസ്സിലും, നിങ്ങളുടെ ജോലിയിലും, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലും യഹോവ അത്ഭുതം ചെയ്യും. എന്തോ ഒരു അത്ഭുതം ആവശ്യമുണ്ടല്ലേ? അത്ഭുതം ചെയ്യും. പക്ഷേ യഹോവയൊരു നിബന്ധന പറയുന്നു: നിങ്ങളെ ശുദ്ധീകരിപ്പിൻ. യഹോവ നിങ്ങൾക്ക് അത്ഭുതം ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ദൈവം അത്ഭുതം ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. നമുക്ക് എന്ത് അത്ഭുതം വേണമെങ്കിലും ആ കാര്യത്തിൽ അത്ഭുതം ചെയ്യാൻ ദൈവം തയ്യാറായിരിക്കുന്നു. നിങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറാണോ? വളരെ പ്രധാനപ്പെട്ടത് പരിശുദ്ധി. അപ്പോൾ നമ്മിൽ പരിശുദ്ധത കുറഞ്ഞു കണ്ടാൽ, ദൈവം ഇഷ്ടപ്പെടാത്ത പാപം കണ്ടാൽ അത്ഭുതം ചെയ്യാൻ സാധിക്കില്ല. അതിനാണ് ദൈവം അവസരം തരുന്നത്. നിങ്ങളെ ശുദ്ധിയുള്ളവരാക്കുവിൻ. യഹോവ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം ചെയ്യും. അപ്പോൾ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമായി, ദൈവമേ, എനിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ? ഏതെങ്കിലും ഭാഗത്ത് ഞാൻ ശുദ്ധീകരിക്കപ്പെടണോ? ഞാൻ എന്തിലെങ്കിലും അങ്ങയെ ദുഃഖിപ്പിക്കുന്നുണ്ടോ എന്നന്വേഷിച്ചു നോക്കി ആ പാപത്തെ ഏറ്റുപറയുമ്പോൾ ദൈവം തന്നെ നമ്മെ ശുദ്ധീകരിച്ച് നമുക്ക് അത്ഭുതം ചെയ്യുന്നു. നമ്മെ ശുദ്ധിയുള്ളവരാക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് ദൈവത്തിനറിയാം. നമ്മെ ശുദ്ധിയുള്ളവരാക്കാനാണ് യേശു കുരിശിൽ രക്തം ചിന്തിയത്. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും നീക്കി നമ്മെ ശുദ്ധീകരിക്കും. ആ രക്തത്താൽ നമ്മെ ശുദ്ധീകരിക്കും. ഞാൻ നിന്നെ വിശുദ്ധീകരിക്കുന്ന കർത്താവാകുന്നു എന്ന് യേശു പറയുന്നു. അപ്പോൾ യേശു നിങ്ങളെ ശുദ്ധീകരിച്ച് നിങ്ങൾക്ക് അത്ഭുതം ചെയ്യും. നാം ഒന്ന് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ദൈവമേ, ഞാൻ കുറവുകളുള്ളവനാണ്. എന്റെ ജീവിതത്തിൽ വിശുദ്ധിക്ക് കുറവുണ്ട്. ഈ പാപം ക്ഷമിച്ച് എന്നെ ശുദ്ധീകരിച്ച് ആശീർവദിക്കണേ എന്നപേക്ഷിച്ചാൽ മതി. നാം യഥാർത്ഥ വിശുദ്ധി ആഗ്രഹിച്ച് പാപത്തെക്കുറിച്ച് മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോൾ യേശു തന്നെ നമ്മെ ശുദ്ധീകരിച്ച് നമുക്ക് ആവശ്യമുള്ളത് ചെയ്തു തരുന്നതാണ്. എത്ര അത്ഭുതവാനായ ദൈവമാണെന്ന് കണ്ടോ? നീ ആദ്യം പോ, നിന്നെ ശുദ്ധീകരിച്ചു വാ, ഞാൻ അത്ഭുതം ചെയ്യാം എന്ന് പറഞ്ഞില്ല. വിശുദ്ധിക്ക് നിങ്ങളെ സമർപ്പിക്കൂ, ഞാൻ നിങ്ങളെ ശുദ്ധീകരിച്ച് ആശീർവദിച്ച് അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പ്രയാസമാണോ? നിങ്ങളെ സമർപ്പിക്കുമോ? ദൈവത്തെ നോക്കി പറയൂ, ദൈവമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. എന്റെ ജീവിതത്തിൽ വിശുദ്ധി കുറഞ്ഞിരിക്കുന്നതായി കാണുന്നു. അതാണ് അത്ഭുതം ലഭിക്കാൻ സാധിക്കാത്തത്. ഞാൻ എത്ര തന്നെ ചോദിച്ചാലും കിട്ടുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല. ഇന്ന് അതെനിക്ക് മനസ്സിലാക്കി തന്നു. എന്നെ സമർപ്പിക്കുന്നു, എന്നെ ശുദ്ധീകരിച്ച് എനിക്ക് അത്ഭുതം ചെയ്യണമേ എന്ന് പറയൂ. ഇന്ന് തന്നെ ആ അത്ഭുതം നിങ്ങൾ കാണും. പ്രാർത്ഥിക്കാമോ? യേശുവേ, അങ്ങെന്നെ ശുദ്ധീകരിക്കുന്ന ദൈവമാകുന്നു. എനിക്ക് സ്വയം ശുദ്ധീകരിക്കാൻ സാധിക്കുന്നില്ല. എന്റെ പാപത്തെ ഞാൻ അറിയുന്നു. എന്റെ വിശുദ്ധിയില്ലായ്മയെ ഏറ്റുപറയുന്നു. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിച്ച് എന്നെ ശുദ്ധീകരിച്ച് എനിക്ക് ഈ കാര്യത്തിൽ അത്ഭുതം ചെയ്യണമേ. ഇന്ന് ഈ അത്ഭുതം നടക്കണം. ഇന്ന് ഈ കാര്യത്തിൽ വിമോചനമുണ്ടാകണം. ഇന്ന് ഈ കാര്യത്തിൽ വഴി തുറന്നു തരണം. ഒരത്ഭുതത്തെ പ്രതീക്ഷിച്ചെന്നെ സമർപ്പിക്കുന്നു. എന്നോട് ക്ഷമിച്ച് ശുദ്ധീകരിച്ച് അത്ഭുതം ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ